ഹലോ എവ്രി വൺ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ മോർ ഫോർ ചാംസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പലർക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖത്ത് മുഖക്കുരു, അതേപോലെ തന്നെ സൺ ടാനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഡാർക്ക് സർക്കിൾസ്, റിങ്കിൾസ്, ഇതെല്ലാം അകറ്റാനായിട്ട് ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ ഓയിൽ മസാജാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓയിൽ മസാജ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് തീർച്ചയായും കൂടും, അല്ലേ? നമുക്കൊക്കെ അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഈ മസാജ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഞാൻ പറഞ്ഞു തരുന്ന ഈ മസാജ് മാത്രമല്ല, നമ്മൾ ഏതൊരു മസാജ് ഫേസിൽ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് ഏറ്റവും നല്ലത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു പ്രത്യേക ഗ്ലോ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഈ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്രിങ്കിൾസ് കുറയാനും അതേപോലെ ആൻറ്റി ഏജിങ് ആണ് ഈ ഒരു കൂട്ട്. ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കാണിക്കുന്നത് ഓലീവ് ഓയിലും കോക്കനട്ട് ഓയിലും അതേപോലെ നമ്മുടെ സ്പെഷ്യൽ ഹെർബൽ തുളസി. നമ്മുടെ തുളസിയുടെ ബെനിഫിറ്റ്സ് പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ്സാണ് നമ്മുടെ തുളസിക്കുള്ളത്. അപ്പോൾ ഈ തുളസി ഇടിച്ച് പിഴിഞ്ഞ നമ്മുടെ നീരും, അപ്പോൾ ഈ നീരും മിക്സ് ആക്കിയിട്ടാണ് നമ്മളിന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡാർക്ക് സർക്കിൾസൊക്കെ കുറയാനായിട്ടും യൂസ് ചെയ്യും. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും അതേപോലെ ഒരു സ്പെഷ്യൽ ഗ്ലോ കിട്ടാനും ഈ ഒരു മസാജ് നിങ്ങൾക്ക് തീർച്ചയായും ബെനിഫിറ്റ് ചെയ്യും. പിന്നെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വെളുക്കാനും സുന്ദരി കുട്ടികളാവാനും ഒക്കെയാണ് ഈ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലേ? ബട്ട് നമ്മൾ ചെയ്യുന്ന ഈ മസാജ് തന്നെ നമുക്ക് ചിലപ്പോൾ പാറയാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ കുറേ നേരം ഇട്ട് മസാജ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫേസ് എന്താവും, നമ്മൾ സ്വയമായിട്ട് സെൽഫ് മസാജാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ബോഡി ഹീറ്റാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ കുറേ നേരം മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സൊക്കെ ചിലപ്പോൾ അങ്ങനെ ചൂടായി വരും. അതും പ്രത്യേകിച്ച് നമ്മൾ പ്രഷറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിലാണ് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുക. സോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് മെയിൻലി നമ്മുടെ ഫേസ് ഡാർക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്, ബിക്കോസ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ. അത് കോമൺ സെൻസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജെൻറ്റിൽ മസാജസും ജെൻറ്റിൽ സ്ട്രോക്സാണ് കൊടുക്കണ്ടേ വൈൽ ഡൂയിങ് സെൽഫ് മസാജസ്. ഓക്കെ, അത് എപ്പോഴും മൈൻഡ്. അപ്പോൾ നമുക്ക് പതുക്കെ കയ്യിൽ ഓയിൽ എടുത്തിട്ട് ഇതേപോലെ പതിയെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ, ഏതൊരു മസാജ് ആയാലും ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോക്സ് കൊടുക്കില്ലേ, ഇതേപോലെ സ്ട്രോക്സ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നെക്സ്റ്റ് സ്ട്രോക്കിലേക്ക് അങ്ങനെ ജമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ നെക്കിൽ നിന്ന് ചിന്നിലേക്ക് കിടക്കുന്നു. ചിന്നിലേക്ക് കിടക്കുമ്പോൾ കണ്ടില്ലേ, രണ്ട് കൈയും ക്രോസ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ അപ്വേർഡ് ഡയറക്ഷനിൽ പതുക്കെ സർക്കുലർ മോഷനിൽ ചിന്നിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ടോ നമ്മൾ പതുക്കെ അതേ സ്ലോ മോഷനിൽ സൂതിങ്ങായി നമ്മുടെ ചീക്സിലേക്ക് എത്തി.
ചീക്സിൽ നിന്ന് പതുക്കെ നോസിൽ നിന്ന് നമ്മൾ പതുക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കണ്ണിൻ്റെ താഴെ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാക്സിമം മസാജസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിസറിങ് വിത്ത് സർക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഇല്ലേ സിസറിങ്. അപ്പോൾ നമ്മൾ കത്രിക നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ സിസറിങ് ചെയ്ത് കൊടുക്കും. അതിലൂടെ തന്നെ നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് സർക്കിൾ ചെയ്യും. ഈ സിസറിങ് ആൻഡ് സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ, നമ്മുടെ ചിൻ പാർട്ടിൽ നല്ല ഒരു സ്പെഷ്യൽ ഗ്ലോ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ആ ഒരു ചീക്ക് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു. സോ ഇതുകൊണ്ട് നമ്മുടെ ഫേസിൽ നല്ല ഒരു ഗ്ലോ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ 8 സ്ട്രോക്കിലെത്തി. 8 സ്ട്രോക്കിൻ്റെ ഗുണങ്ങൾ നമുക്ക് പലർക്കും അറിയാവുന്ന ഗുണങ്ങളാണ്. 8 സ്ട്രോക്ക് ഒരു മാജിക്കൽ ഗുണമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ എൻറ്റയർ ഫേസിനെയാണ് ഈ 8 സ്ട്രോക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിനെ കംപ്ലീറ്റ്ലി അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ഗ്ലോ തന്നെ കൊണ്ടുവരും നമ്മുടെ 8 സ്ട്രോക്ക്. പിന്നെ അതാ നമ്മുടെ കണ്ണിന് ചുറ്റും നമുക്കിതിങ്ങനെ പതിയെ സർക്കുലർ റൊട്ടേറ്റ്സ് കൊടുക്കാം. എന്നിട്ട് നല്ല റിലാക്സായിട്ട് ഇൻ ബിറ്റ്വീൻ ഈ സ്ട്രോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജനറൽ സ്ട്രോക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ പ്രഷർ പോയിൻറ്റ്സിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രഷർ പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ പ്രഷർ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഐബ്രോ എൻഡിങ്സ്, ഇൻ ബിറ്റ്വീൻ ഐബ്രോസിൻ്റെ സെൻറ്റർ പോയിൻറ്റില്ലേ, അതൊരു പ്രഷർ പോയിൻ്റാണ് നമുക്ക്. അതേപോലെ ഇയറിൻ്റെ ബാക്ക് നമുക്ക് പ്രഷർ പോയിൻ്റാണ്, നെക്കിൻ്റെ ബാക്ക് പ്രഷർ പോയിൻ്റാണ്. ഇതിലെല്ലാം നമ്മൾ ജസ്റ്റ് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഇതാ നമ്മൾ ചീക്ക് ബോൺസിലെത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ ചീക്സൊക്കെ നല്ല ഷേപ്പായി എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ചീക്സ് നല്ല ഷേപ്പായിട്ട് നല്ല മോഡൽ ലുക്ക് ആവാനായിട്ട് ഇതേപോലെ ചീക്സിനെ നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാജ് നിങ്ങൾ റെഗുലറായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് സൂപ്പറായിട്ട് ഒരു മോഡൽ ലുക്കിൽ ഷേപ്പാവും. പിന്നെ നമുക്ക് പതിയെ സിഗ്സാഗ് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ സിഗ്സാഗ് ചെയ്ത് നമ്മുടെ ഫേസ് സർക്കുലർ ചെയ്യുന്നു. അതേപോലെ തന്നെ ജനറൽ സ്ട്രോക്സ് കൊടുത്ത് ഒന്ന് നമ്മൾ റിലാക്സ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കും. അതാണ് നീഡിങ്. ഈ നീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഓയിലിൽ നമ്മുടെ കൈകൾ മുക്കി നമ്മൾ ഇങ്ങനെ പതിയെ സർക്കുലർ മോഷനിൽ ഫേസ് എൻറ്റയർലി ഫേസിൽ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് സർക്കുലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രത്യേക ഗുണമുള്ള ഒരു സംഭവമാണിത്. നമ്മുടെ ഫേസിൽ അനാവശ്യമായ ഫാറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് നമുക്ക് വളരെ ബെനിഫിഷ്യലായിട്ടുള്ള മസാജാണ് ഈ നീഡിങ്. ഓരോ സ്റ്റെപ്പിനും ഓരോ ഗുണങ്ങൾ തന്നെയാണ്, ഒരു പ്രത്യേക ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ മസാജ് കൊണ്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടാപ്പിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഇട്ടിട്ട് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്ലി ചെയ്യണം കേട്ടോ. വെറുതെ ഇട്ട് ചുമ്മാ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വല്ലാണ്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ സ്മൂത്ത്ലി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മൾ ഇങ്ങനെ സ്കിന്നിനെ അപ്ലിഫ്റ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണ്. അഫ്കോഴ്സ് ഇത് നല്ല ഒരു ഗ്ലോ കിട്ടാനായിട്ട് യൂസ് ചെയ്യും.
അപ്പോൾ ഫൈനലി നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ വേണ്ടേ? കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ മസാജിൻ്റെ കൺക്ലൂഷൻ പ്രഷർ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പതിയെ നമ്മുടെ പ്രഷർ പോയിൻറ്റ്സിലെല്ലാം ടച്ച് ചെയ്ത് പതിയെ ഫിംഗർ ടിപ്സ് കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിൻ്റെ സെൻറ്റർ ഒരു പ്രഷർ പോയിൻ്റാണ്. നമ്മൾ കൈകൾ രണ്ടും ക്രോസ് ചെയ്ത് ഇതേപോലെ പതിയെ നമ്മൾ ഇങ്ങനെ സൂതിങ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നെക്കിൽ രണ്ട് കൈകളും ക്രോസ് ചെയ്തിട്ട് നെക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് പതിയെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വല്ല ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് സ്ഥിരമായി കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സീ യു, ടാറ്റാ, ബൈ ബൈ. So this is Sridevi signing off with more for charms.